നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കൊളീഗ്സ് അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ പറയുന്നത് ചിലപ്പോൾ കേട്ട് കാണും. ടാ, ഇന്നലത്തെ എപ്പിസോഡ് കണ്ടോ? പിന്നെ പൊളിച്ചു പോനെ. ഞാൻ എൻ്റെ മാങ്ക ഇറങ്ങിയപ്പോൾ തൊട്ട് വെയിറ്റ് ചെയ്യണതായിരുന്നു. എന്തായാലും വെർത്തിട്ടാണ്. പിന്നെ വൺ പീസ്, ഗോജോ, ലൂഫി അങ്ങനെ കുറേ പേരുകളൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ കേട്ട് ഇത് എന്തിട്ട് കുന്താണ് ഇവന്മാർ പറയണേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കും. അപ്പോഴാണ് ആനിമേ എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്നത്, ജാപ്പനീസ് ആനിമേഷൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ആഹാ എന്നാൽ നമുക്കും കണ്ടു തുടങ്ങിയാലോ. എന്നിട്ട് പോയി ഗൂഗിൾ ചെയ്ത് അങ്ങനെ കേട്ട ഏതെങ്കിലും പേര് വൺ പീസ് എന്നൊക്കെ ഗൂഗിൾ ചെയ്ത് ടൈപ്പ് ചെയ്ത് നോക്കി കാണാമെന്ന് വിചാരിക്കും. അപ്പോഴാണ് നോക്കുമ്പോൾ 1000 മേലെ എപ്പിസോഡ്. എപ്പോൾ കണ്ടു തീരാനാ വിചാരിച്ചിട്ട് അവിടെ വെച്ച് വേണ്ടാന്ന് വയ്ക്കും. അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിൽ പോയി നോക്കാമെന്ന് വയ്ക്കും. അവിടെ ഒന്നില്ലെങ്കിൽ മ്യൂസ് ഇന്ത്യ അല്ലെങ്കിൽ മ്യൂസ് ഏഷ്യ അല്ലെങ്കിൽ ആനിമോൺ ഏഷ്യ ചാനലിൽ പോകും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഈ ചാനൽസൊക്കെ അടിപൊളിയാണ്, നല്ല ആനിമേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കാണാം. ബട്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ ചവറുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ആ ചവറുടെ ഉള്ളിൽ നിന്ന് അത്യാവശ്യം നല്ല ആനിമെ പിക്ക് ചെയ്തെടുക്കൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം പ്രത്യേകിച്ച് ഒരു ഫസ്റ്റ് ടൈമറിന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും ഒരു ചവറ് കണ്ടിട്ടുണ്ടെങ്കിൽ ആനിമേനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ ഭയങ്കര മോശമായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ബിഗിനറിന് ഏത് ആനിമയാണ് ഫസ്റ്റ് കാണണ്ടേന്നുള്ളത് നോക്കാം. ഇത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ. സോ നമുക്ക് ആനിമെ കണ്ടു തുടങ്ങുന്ന ഒരാൾക്ക് കാണാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആനിമെ ഏതാണ് നമ്പർ 1 പിക്ക്? എൻ്റെ ഒപ്പീനിയനിൽ അതാണ് Full Metal Alchemist. Full Metal Alchemist. ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റ് ബ്രദർഹുഡ്. ഇത് എൻ്റെ പേഴ്സണൽ ഫേവററ്റ് ആനിമെ എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഒരു ആൾ ആനിമെ കണ്ടു തുടങ്ങാൻ പോകുന്ന ഒരാൾ ഡെഫിനറ്റായിട്ടും ഈ ഒരു ആനിമെ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ഹുക്ക്ഡ് ആവും. ബാക്കിയുള്ള ആനിമേസിലോട്ട് ട്രാൻസിഷൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഈ ആനിമെ പണ്ട് മൈ ആനിമെ ലിസ്റ്റിൽ നമ്പർ 1 ആയിരുന്നു. ഇപ്പോൾ ഫ്രീ റൺ ആണ്. ഇപ്പോൾ നമ്പർ 2 ആണ് ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റ് ബ്രദർഹുഡ്. ഇതിന് കുറേ പ്ലസ് പോയിൻറ്റ്സ് ഉണ്ട്, നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ലൈക്ക് ദ സ്റ്റോറി ആൻഡ് പേസിങ് ഭയങ്കര ഒറിജിനലായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതുപോലെ തന്നെ വെൽ പേസ്ഡുമാണ്. ക്യാരക്ടേഴ്സ് ഭയങ്കര മെമ്മറബിളാണ്. ഓൾമോസ്റ്റ് ഓൾ സൈഡ് ക്യാരക്ടേഴ്സിനെ ഇഷ്ടപ്പെടും. ഒരു ജേണി തന്നെയാണ്. ചില ക്യാരക്ടേഴ്സിനെ വെറുത്ത് അത് കഴിഞ്ഞ് അവരുടെ ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അവരോടുള്ള ഒപ്പീനിയൻ മാറുന്നതും അതൊക്കെ ഗംഭീര റൈറ്റിംഗ് ആണ്. പിന്നെ പറയാനുള്ളത് ആനിമേഷൻ. ഇത് 2000s ഇറങ്ങിയൊരു ആനിമയാണ്. ബട്ട് ഇന്നും അതിൻ്റെ ആനിമേഷനും അതിൻ്റെ ആക്ഷനും ഇതൊക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നും. പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ആക്ഷനും റൈറ്റിങ്ങും തമ്മിൽ നല്ലൊരു ബാലൻസ് ഉണ്ട്. ഇത് ആക്ഷൻ മാത്രം അങ്ങനെ ഓവറാക്കിയോ അങ്ങനെ ഒന്നും നമുക്ക് തോന്നില്ല. നല്ലൊരു ബാലൻസ്ഡ് രീതിയിലാണ് സംഗതി എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഫീല്, ഓവറോൾ എസ്തെറ്റിക് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. ഇത് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അത് ശരിക്കും ആ ആനിമെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നത് ശരിക്കും ഇഷ്ടപ്പെടും. പിന്നെ എടുത്ത് പറയേണ്ടത് ആകെ 64 എപ്പിസോഡേ ഉള്ളൂ. അപ്പോൾ ചില ആനിമയെ പോലെ മെഗാ സീരിയൽ പോലെ നീണ്ടു കിടക്കുമെന്നല്ല. അതൊക്കെ നിങ്ങൾ കുറച്ച് ആനിമേസൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അതിലോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിട്ടൻഷൻ പവർ കൂടും. എന്ന് വെച്ചാൽ അതൊക്കെ ഇരുന്ന് കാണാനുള്ള ക്ഷമ കിട്ടും. പക്ഷെ ഫസ്റ്റ് തന്നെ ഒരു 1000 മേലെ എപ്പിസോഡുള്ള ഒരു ആനിമയൊക്കെ എടുത്തിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അതിൽ മാത്രം പെട്ടുപോകും. മനസ്സിലായോ? ആനിമെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എന്നിട്ട് പണ്ട് എൻ്റെ അടുത്ത് നീ പുസ്തകം വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. ഏതൊക്കെ പുസ്തകം വായിച്ചിട്ടുണ്ട്? ഹാരി പോട്ടർ അങ്ങനെ പറയുന്ന പോലെ ഒറ്റ ഇതിൽ ഒതുങ്ങിപ്പോവും. പക്ഷേ ഇതിൽ ആകെ 64 എപ്പിസോഡ്സേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡായിട്ട് വേറെ ഇത് കാണാം. പിന്നെ ഇതിപ്പോൾ ബിഞ്ച് ചെയ്യണമെങ്കിൽ ബിഞ്ച് ചെയ്യാം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ആനിമേയിൽ വേൾഡിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്കതും ഒരു സീസൺ ഇറങ്ങും, എന്നിട്ട് കഥ പകുതിക്കല്ല, ചിലപ്പോൾ ഭാഗത്തിലൊക്കെ വെച്ചിട്ടായിരിക്കും നിർത്തുക. ഒരു എൻഡിങ് ഇല്ല. അതുപോലെയല്ല ഇത് 64 എപ്പിസോഡ്സേ ഉള്ളൂ. ബട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് കൊണ്ടുവച്ചിട്ടുണ്ട്. കഥയ്ക്ക് ഒരു എൻഡിങ് കൊടുത്തു പക്ഷെ ആ എൻഡിങ്ങിൽ
ഫുള്ളി സാറ്റിസ്ഫൈഡും ആയിരിക്കും. എന്താ പറയുക, ഇതെന്ത് ഇങ്ങനെ കൊണ്ടിതാക്കിയേ എന്നുള്ളൊരു തോന്നൽ വരില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ ഓപ്പണിംഗ് സോങ്സും എൻഡിങ് സോങ്സും വേറെ ലെവൽ തന്നെയാണ്. ഒക്കെ അടിപൊളിയാണ്, കേട്ടില്ല. ഞാനൊക്കെ റിപ്പീറ്റ് അടിച്ച് കേൾക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതും ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ് കേട്ടോ. അധികം ആൾക്കാർ ഈ ആനിമേൻ്റെ നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സോങ്സിനെ കുറിച്ചും അധികം അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ബട്ട് വേറെ ലെവൽ തന്നെയാണ്. സോ ഈ പോയിൻറ്റ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒപ്പീനിയനിൽ ഒരു ആനിമെ ഫസ്റ്റ് ടൈമായിട്ട് കാണാൻ പോകുന്ന ഒരാൾ ഡെഫിനറ്റായിട്ടും ഈ ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് ബ്രദർഹുഡ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ എന്ന് പറയുന്നത് വിൻലാൻഡ് സാഗ, പിന്നെ ഡീമൺ സ്ലെയർസ്. ഇതൊക്കെ ഓൺ ഗോയിങ് ആണ്. വിൻലാൻഡ് സാഗ ഇനി കണ്ടിന്യൂ മീൻസ് മാങ്ക കഴിഞ്ഞു, ഇനി പക്ഷേ ആനിമെ സ്റ്റോറി കംപ്ലീറ്റഡ് അല്ല. ഡീമൺ സ്ലെയറും അതെ, ഇനി 3 മൂവി വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു തുടങ്ങാം. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു എൻഡിങ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇനിയിപ്പോൾ കാത്തിരിക്കുക, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണ്ടേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് ബ്രദർഹുഡ് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. ഓക്കെ, ബൈ ബൈ.